പരിശുദ്ധ മറിയത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവവിശ്വാസത്തിൻ്റെ മേഖലയിൽ മനുഷ്യരെല്ലാവർക്കുമുള്ള മാതൃകാ ജീവിതമാണ്. എല്ലാ മനുഷ്യരും പരിശുദ്ധ അമ്മയുടേതുപോലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഹൃദയം ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം വിശ്വാസവും വിശുദ്ധിയും ഒത്തുചേർന്ന ഒരു സവിശേഷ ജീവിതമായിരുന്നു. മറുതലിക്കാതെ സ്നേഹപൂർവം ദൈവേഷ്ടത്തിന് ചെവി കൊടുത്തവൾ, ജീവിതത്തിലുണ്ടായ തിക്ത അനുഭവങ്ങളെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ, തനിക്ക് സ്വന്തമായുള്ള ഏക വ്യക്തിയുടെ, തൻ്റെ ഏകപുത്രൻ്റെ ദൈവിക നിയോഗത്തിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേർന്നവൾ, കാലിത്തൊഴുത്തിൻ്റെ നിസ്സാരത മുതൽ കാൽവരി യാഗത്തിൻ്റെ പരകോടി വരെ തൻ പുത്രനെ അനുയാത്ര ചെയ്തവൾ, ഏതിനുമുപരിയായി തനിക്ക് ലഭിച്ച ആത്മീയ ആനന്ദങ്ങൾക്ക് അഹങ്കരിക്കാത്തവൾ, തന്നെ തള്ളിപ്പറയുന്നവർക്ക് വേണ്ടിയും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവൾ. ദൈവം ഈ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന മഹത്വം മനസ്സിലാക്കാൻ മനുഷ്യൻ്റെയോ ഈ ലോകത്തിൻ്റെയോ ബുദ്ധി അപ്രാപ്യമാണ്. ഓർക്കുക, ലോകരക്ഷയ്ക്ക് വേണ്ടി ഈശോമിശിഹായെ ഉദരത്തിൽ സ്വീകരിച്ചപ്പോഴും ആദിമസഭയിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോഴും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ആവശ്യമായിരുന്നു. അത് അടിസ്ഥാനമായിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് ഇതു പറഞ്ഞാണ്. ഗ്രീക്ക് പരിഭാഷയിൽ പ്രകാരം ദൈവകൃപ നിറഞ്ഞവളെ ആനന്ദിക്കുക എന്നാണ് നാം കാണുക. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഈ ആനന്ദ സന്ദേശമാണ് ഈശോയാകുന്ന സുവിശേഷത്തിന് കാരണമായത്. ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്താലാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയായി ജന്മമെടുക്കുന്നത്. ആ അമലോത്ഭവ ജനനം മനുഷ്യകുലത്തിനാകെ ഒരു ആനന്ദ സന്ദേശം തന്നെയാണ്. പരിശുദ്ധ അമ്മയെ രണ്ടാം ഹൗവയെന്നാണ് വിശേഷിപ്പിക്കുക. ശാരീരിക മനുഷ്യൻ്റെ അമ്മയായ ആദ്യ ഹൗവയും ആത്മീയ മനുഷ്യൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയും പാപക്കറകളേതുമില്ലാതെ ജനിച്ചവരാണല്ലോ. ഓർക്കുക, ആദ്യ ഹൗവ അനുസരണക്കേടുകൊണ്ട് മനുഷ്യവംശത്തിന് ജന്മപാപം വരുത്തിവെച്ചുവെങ്കിൽ രണ്ടാം ഹൗവ പരിശുദ്ധ അമ്മ ദൈവഹിതത്തോടുള്ള തൻ്റെ പരിപൂർണ അനുസരണം വഴി ജന്മപാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളായി. ദൈവത്തെപ്പോലെയാകാൻ ആഗ്രഹിച്ചവളുടെ പിശാചിനോടുള്ള സമ്മതം ദൈവത്തെ തോൽപ്പിച്ചപ്പോൾ ദൈവത്തിനു വേണ്ടിയാകാൻ സമ്മതിച്ച പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ വിജയമായിരുന്നു. അവളിൽ പിശാച് പരാജിതനായി. വെളിപാട് 12:17 നാം വായിക്കുന്നു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ സർപ്പം പുറപ്പെട്ടുവെന്ന്. അതെ, ഈ യുദ്ധം സർപ്പവും അവളുടെ സന്താനങ്ങളും തമ്മിലാണ്. പരിശുദ്ധ അമ്മ സർപ്പപിശാചിനു മുൻപിൽ നമുക്കൊരു അഭയശില തന്നെയാണ്. അഭയശിലയെന്ന പോലെ പരിശുദ്ധ അമ്മ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പാവന മാതൃകയുമാണ്. ഈ ലോകത്തിൽ ആദ്യമായി ഈശോയെ സ്വീകരിച്ച വ്യക്തി പരിശുദ്ധ അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ജീവിത സാക്ഷ്യവും മനോഭാവവും ഓരോ വിശുദ്ധ കുർബാനയർപ്പണ സമയത്തും വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്ന സമയവും നമുക്ക് നമ്മിലുണ്ടാകണം. നാം അർപ്പിക്കുന്ന ദിവ്യബലികൾ നമ്മുടെ കഴിവിൻ്റെയോ യോഗ്യതയുടെയോ ഫലമല്ല. അത് നമ്മിൽ ദൈവകൃപയുണ്ടെന്നതിൻ്റെ തെളിവാണ്. ദൈവത്തിൻ്റെ ഈ അതുല്യ സ്നേഹത്തിന് പരിശുദ്ധ അമ്മയെപ്പോലെ തുറവി കാണിക്കാൻ നമുക്കും കഴിയണം. ഇത്തരത്തിൽ കൃപയും കൃപയോടുള്ള തുറവിയും ഒത്തുചേരുന്നിടത്താണ് പരിശുദ്ധാത്മാവ് നിറയുക. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പരിശുദ്ധ അമ്മയെ ദൈവകുമാരന് അമ്മയാക്കി മാറ്റുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ശക്തമായ ബോധ്യം ജീവിതത്തിന് ചാലക ശക്തിയാകുമ്പോഴാണ് ഒരു ദൈവവിശ്വാസിയുടെ ജീവിതം
അസ്തിത്വമുള്ളതായി തീരുന്നത്. പരിശുദ്ധ അമ്മ തനിക്ക് ലഭിച്ച മംഗളവാർത്തയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആശ്ചര്യപ്പെടുന്നതിന് കാരണം അവൾ ഉൾപ്പെടുന്ന യഹൂദ ചരിത്രത്തിൽ അതുവരെയും ഭർതൃ സാന്നിധ്യമില്ലാതെ ഒരു സ്ത്രീയും ഗർഭിണിയായിട്ടില്ല എന്ന തിരിച്ചറിവായിരുന്നു. എങ്കിലും ദൈവഹിതത്തിന് അവൾ കീഴ്വഴങ്ങി. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ച് ദൈവേഷ്ടത്തെ അവൾ നിസ്സംശയം സ്വീകരിച്ചു. ആദിപിതാവായ അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് എന്നാണല്ലോ അറിയപ്പെടുക. വസ്ത്രാങ്കണത്തിൽ തൊട്ട് സുഖപ്പെടുന്ന രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തെ ഈശോയും പുകഴ്ത്തുന്നുണ്ട്. എന്നാൽ പ്രഘോഷിക്കപ്പെടാത്ത ഒരു വിശ്വാസം പരിശുദ്ധ അമ്മയിൽ നാം കാണുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോകുന്ന ആ കുടുംബത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ തൻ്റെ മകനിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഇതുവരെയും അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ലാത്ത, ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകൻ എന്നതിനേക്കാൾ മേൽവിലാസമൊന്നുമില്ലാത്ത ഈശോയോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ തൻ്റെ മകൻ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കും എന്ന വിശ്വാസമല്ലേ ആ അമ്മയ്ക്കുള്ളത്. ആ വിശ്വാസത്തെ ദൈവം വിലമതിക്കുന്നത് നാം കാണുകയും ചെയ്യുന്നു. ആ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.